എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രേസിങ് പേപ്പറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ബട്ടറും ഓയിലും ഒന്നുമില്ലാതെയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതായത് നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ബട്ടർ പേപ്പർ. ഇത് പക്ഷേ കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് നമുക്ക് ട്രേസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മെയിൻ സാധനം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പേപ്പറിലേക്ക് മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ലൈനുള്ള പേപ്പറാണ് ഞാൻ എടുത്തത്. നിങ്ങൾ എടുക്കുമ്പം സാധാരണ വൈറ്റ് പ്ലെയിൻ പേപ്പറില്ലേ, ലൈനില്ലാത്ത പേപ്പറില്ലേ, അതെടുത്താൽ മതി. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാസ്ലിനാണ് എടുക്കുന്നത്. അപ്പോൾ വാസ്ലിൻ എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മൊത്തമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം വാസ്ലിൻ. അപ്പോൾ വാസ്ലിൻ കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക, ഒരു വാക്സ് പോലെയല്ലേ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കാർഡാണ് എടുക്കുന്നത്. അപ്പോൾ കാർഡ് എടുക്കുമ്പം ഈക്വലായിട്ട് അത് സ്പ്രെഡായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാർഡ് എടുക്കുന്നത്. അപ്പോൾ വിസിറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന കാർഡോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാർഡ്, അല്ലാന്നുണ്ടെങ്കിൽ സ്കെയിൽ എടുത്താലും മതി കേട്ടോ. ഇത് ഈക്വലി ഇങ്ങനെ സ്പ്രെഡാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മൊത്തമായിട്ട് പേപ്പറിൽ മൊത്തമായിട്ട് ഇത് ചെയ്യാം. അതിന് ശേഷം ഒരു സൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സൈഡ് ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ തുടയ്ക്കാൻ ടിഷ്യൂ ആണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടയ്ക്കുമ്പം ആ ഒരു സംഭവം ഇങ്ങനെ എക്സ്ട്രാ വരുന്നതൊക്കെ ആ ഒരു ടിഷ്യൂയിലേക്ക് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അതായത് ആ പേപ്പർ അബ്സോർബ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും. നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നമ്മൾ എന്താ പറയുക, ഇത് ശരിക്കും ആവാത്ത ഭാഗത്തൊക്കെ വൈറ്റ് കളറും അല്ലാത്ത ഭാഗമൊക്കെ കുറേയൊക്കെ ട്രാൻസ്പെറൻ്റായി. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഒരു സൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലത്തെ സൈഡും കൂടെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡും ചെയ്ത് കഴിയുമ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ടിഷ്യൂ എടുത്തിട്ടൊന്ന് നല്ലപോലെ തുടച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഓയിലി ആവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് പേപ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മൾ ട്രേസൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ബുക്കിലൊക്കെ വെച്ചിട്ട് ട്രേസ് ചെയ്യുമ്പോൾ, നമ്മൾ ഓയിലും ബട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഭാഗം അതിലുണ്ടാവും. അപ്പം ചിലപ്പോൾ ബുക്കൊക്കെ മോശമായി പോകും, അപ്പം ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാവുമ്പം ആ ഒരു പേടി വേണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ട്രേസ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നും ആവുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തുമ്പം നമ്മുടെ പേപ്പർ ഇവിടെ റെഡിയാവും. ഇനി നമുക്കിതൊന്ന് ട്രേസ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഞാൻ സാധാരണ പേപ്പറും ഈ ഒരു പേപ്പറും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ പേപ്പറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഒരു വൈറ്റ് കളറാണ്. നമ്മുടെ ട്രേസിങ് പേപ്പർ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബുക്കിൻ്റെ മേലുള്ള ഇമേജ് ഞാനൊന്ന് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻറ്റ് പേപ്പറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനലിന് നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.